ആഹാ, ആകെ കുടിച്ചത് 2 3 പേക്ക്. കോഴി കിറുകിപ്പോയല്ലോ. ആയ് മേനോൻ, ഇടയ്ക്ക് 2 ബംഗ്ലാവായി. ഇടയ്ക്ക് വേണ്ടേ? ഒരു സ്മാൾ കൂടി അടിച്ചാൽ സംഗതി ഉഷാറാവും. കണ്ണ് തുറന്നു കിട്ടും. തന്റെ ബാറിൽ പോയി ഒരു സ്മാൾ കൂടി അടിക്കാം. കഴിക്കേ, ഉറക്കം മാറട്ടെ. കഴിക്കേ. Let us have some fun. ഓണാഘോഷം കഴിഞ്ഞ് മിസ്സസും കുട്ടികളും വരുമ്പോ മണി 1 കഴിയും. ഇപ്പോ മണി 10 ആയിട്ട് നമുക്ക് ഓണാഘോഷം ആയിക്കളഞ്ഞാലെന്താ? വീട്ടുകാർ വരുമ്പോഴത്തേക്ക് പാർട്ടിത്തെ പറഞ്ഞു വിടുകയും ചെയ്യാം. ബ്ലാക്ക് ബുക്ക്. Hello? Yes? Your address, please? Mr. A.R.K. Menon? House number 413 Bar? Correct. That's right. Yeah. That's right. Make it fast. Okay. Come on. Hi, doctor. Hi. Come. Let's go in. Come. Hi. Good. Come on. Here we are, babies. Come on. Hi, man. He's out cold. You stay here. Help him. Wake him up by giving him another drink. Entertain him properly. We'll be right back. Have a good time. Hello, darling. Wake up. Hi. Oh, Hi. he's dead drunk. That doesn't matter. Bring back life to him, okay? Okay. Come on, baby. Wake up. Come on. Get up, baby. Don't sleep so much. Oh, you've already had too much of drink. Carry on. Come on, baby. Kitty. Wake up. Come on, let's have a good time. Right. Come on. Pinu
Hi, here we are. Come on. Hi. Oh, you're too hard. Take it easy. My wife will be sleeping like a pig. Your wife? What? Oh, don't tell me. Who is this? Who is she? Take it easy, my darling. Meet my girlfriend. By the way, what is your name, sweetie? Hi, I'm Sarah. Hi, Sarah. You bitch! How dare you come here? You call me a bitch? You are a bitch. I'm not a bitch. You blame your husband. How dare you bring this girl to my house? I'm not a whore. You're a whore. Get out of my house before I kill you. I can't get out. You blame your manners. You go to some other man's house and don't say come to my house, my husband. I did not. Get out from here. Why you? How dare you? You're not ashamed of yourself. I say go to my house. I'm not a whore. You are a whore. I'll kill you for this. I'll throw you both out of my house. How can't you kill me? Yes, I'll kill you. I hate the sight of you. Get out of my house. Your man for bringing some other man's house. I will come here. I'll kill you. Good night, Mommy. Good night. No! 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 Hey, മനുഷ്യ, നിങ്ങൾ എത്ര അതപ്പതിച്ചു? എന്താ ലക്ഷ്മി? ആരായവൾ? അതെ, ഇനി എന്നോട് വേണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 3 കുട്ടികളുടെ അച്ഛനായ നിങ്ങൾ. ഞാനൊന്നും അറിഞ്ഞില്ല. നാം തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ന് അവസാനിച്ചിരിക്കുന്നു. എന്റെ കുട്ടികളെ ഞാൻ വളർത്തും. ഞങ്ങളുടെ നിഴൽ പോലും അവരുടെ വഴി വീഴാൻ ഞാൻ അനുവദിക്കില്ല. ലക്ഷ്മി, 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 ലക്ഷ്മി. എന്ത് ഭ്രാന്താണോ കാണിച്ചത്? എനിക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഇട്ടച്ച പിടികിട്ടുന്നില്ല പോലും. നാണമില്ലേ തനിക്ക്?
വെളുക്കും മുമ്പ് തന്റെ ഭാര്യ ഏതോ ഒരു മോട്ടലിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് കേട്ടപാടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോട്ടലിലോ? എന്നാൽ അങ്ങോട്ട് പോ. അവർ പോലീസിനെ വിളിക്കും, അത്രയ്ക്ക് അജിറ്റേറ്റഡ് ആണ് അവർ. ആ തമ്പി മറ്റാരെയും കിട്ടിയില്ലേ കൂട്ടിന്? അയാൾക്ക് ജീവിതം ഒരു തമാശയാണ്. അയാളും വിളിച്ചിരുന്നു കുശലം അറിയാൻ. എനിക്കൊന്നും ഓർമ്മയില്ല ഇട്ടിച്ച. വൈകിട്ട് ഓഫീസിൽ കുറെ അധികം പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആർട്സ് ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അതിന് പകരമായിരുന്നു മറ്റേ പരിപാടി. ലക്ഷ്മിക്കും കുട്ടികൾക്കും വേണ്ടി കാർ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. കഷ്ടകാലത്തിന് തമ്പിയെ കണ്ടു. മടങ്ങി വരാൻ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് കരുതി ഹോട്ടലിൽ കയറി. എന്നിട്ട് കുടിച്ചു. ഞാൻ ലേശമേ കഴിച്ചുള്ളൂ. എന്നാൽ താൻ കഴിച്ചത് ലേശമല്ല. ലേശത്തിന് ശേഷം 2 ഫുൾ ഗ്ലാസ് ആണ് കഴിച്ചത്. തന്റെ ഗ്ലാസ് മാറ്റിയിട്ട് പകരം ശുദ്ധമായ വിസ്കി ഗ്ലാസ് നിറയെ ഒഴിച്ചു തന്ന കാര്യം പറഞ്ഞ് ആ തമ്പി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഈശ്വര, ഇതിന് ഈശ്വരൻ എന്ത് വേണം? കണ്ട അലവലാതി പെമ്പിള്ളരെല്ലാം വീട്ടിൽ വിളിച്ചു വരുത്തി. ഇട്ടിച്ച, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീടുള്ളതെല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. ലക്ഷ്മി വന്ന ശേഷമാണ് ഒരല്പ ബോധം വീണത്. ആ പെണ്ണിനെ ഞാൻ കണ്ടതായി ഓർക്കുന്നത് പോലും അതിന് ശേഷമാണ്. അപ്പൊ തന്നെ പറഞ്ഞിരിക്കുകയും ചെയ്തു. സന്തോഷം. ലക്ഷ്മിയെ ഒന്ന് കണ്ട് കാണാൻ തയ്യാറായാലല്ലേ? ഞാനത് പറഞ്ഞു നോക്കി. തമ്പിയെ കൊണ്ട് നടന്ന കാര്യം അവളോട് പറയിച്ചാലോ? തമ്പിയെ കണ്ട അവർ അപ്പ ചൂലെടുക്കും. അല്ലെങ്കിൽ തന്നെ അയാൾ പറഞ്ഞാൽ അവർ അതങ്ങ് വിശ്വസിക്കാൻ പോകല്ലേ. എന്നാലും എടോ, പ്രയോജനമില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും ഞാൻ തമ്പിയോട് സൂചിപ്പിക്കാതിരുന്നില്ല. അയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? രാത്രി തന്നെ അയാളുടെ ഭാര്യയും പിണങ്ങിപ്പോയി. അയാൾ പുതിയൊരു ഭാര്യയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ബിസിയാണെന്ന്. 4ാമതൊരു ഭാര്യയെ. എന്നോട് അയാൾ ഇത് ചെയ്തല്ലോ. ലജ്ജയില്ലേ ഇത് പറയാൻ? താൻ കൊച്ചു കുഞ്ഞാണോ? ഇട്ടിച്ച, ആകെ തകർന്നിരിക്കുകയാണ് ഞാൻ. ഞാൻ മോട്ടലിൽ പോയി അവരോട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സംസാരം കേട്ടിട്ട് തീ ഉടനെന്ന് അണയുന്ന മട്ടില്ല. എന്റെ കുട്ടികൾ, പാവൻ ലക്ഷ്മി. എടോ, താനൊന്ന് കുളിച്ച് വൃത്തിയാകും, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഐ ഷാൽ ടൈം എ ലെവൽ ബെസ്റ്റ്. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആ വിമാനാപകടത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ താനും തന്റെ കുടുംബവുമായിരുന്നു എനിക്കൊരാശ്വാസം, താങ്ങും തണലും. അതും കൂടി നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോ എത്താൻ വൈകിയതുകൊണ്ട് ശ്രീമതി കാത്തു നിൽക്കുകയാണ്. സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയാണ്. യു ആർ എ ലക്കി ഹസ്ബൻഡ്, മിസ്റ്റർ മേനോൻ. സീതാലക്ഷ്മിയെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇറങ്ങിയൊരു ചായ കുടിച്ചിട്ട് പോ. കണ്ടത് വലിയ സന്തോഷം. ഇനി ഒരിക്കൽ പരിചയപ്പെടാം. എന്റെ ബോസിന്റെ സിസ്റ്ററാണ്, മിസ്സിസ് വില്യംസ്. ചായ? ഇന്ന് ക്ലബിൽ കമ്മിറ്റി മീറ്റിംഗ് ആണ്. ഇപ്പൊ തന്നെ വൈകിപ്പോയി. വരട്ടെ. ബൈ. നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആയി. മെക്കാനിക്സിനെ വിളിച്ച് വർക്ക്ഷോപ്പിൽ വണ്ടി അയച്ചു. എന്നിട്ട് ബസ്സിനകത്ത് നിന്നപ്പോഴാണ് മിസ്സിസ് വില്യംസ് അതുവഴി വന്നത്. നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന. ആർക്കാ ഇത്ര അർജന്റായിട്ട് ഫോൺ ചെയ്യുന്നത്? വീട്ടിലേക്ക്. അച്ഛന് വീട്ടിലെ കാർ ഇങ്ങോട്ട് അയച്ചു തരാൻ പറയാം. നമ്മുടെ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്നവരെ അതിവിടെ കിടക്കട്ടെ. എന്തിനാ? വേണ്ട ലക്ഷ്മി. എങ്കിലല്ലേ കണ്ട പെണ്ണുങ്ങളോടൊപ്പം മുൻസീറ്റിലിരുന്ന് രസിച്ച് നടക്കാൻ പറ്റും. എന്താ ലക്ഷ്മി ഇങ്ങനെ? എങ്ങനെ? അവരെനിക്കൊരു ലിഫ്റ്റ് തന്നു. അതിന് എന്റെ ഭർത്താവ് കണ്ട പെണ്ണുങ്ങളോടൊപ്പം ഇരുന്ന് പട്ടണം ചുറ്റുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. വേണ്ട ലക്ഷ്മി, നിനക്ക് സഹിക്കാനാകാത്തൊന്നും ഞാൻ ചെയ്യില്ല. പോരെ.
അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബീന. ഹാപ്പി ബർത്ത്ഡേ. ആദ്യം അവൾക്ക് കൊടുക്കണേ. ഇത് മോക്ക്. ഇത് അമ്മയ്ക്കോട്. അച്ഛനോടുക്ക്. ഇത് അമ്മയ്ക്കോട്. ഇത് അപ്പൂപ്പന്. ഇത് വലിയമ്മാനോട്. ഷഷ്ടത്വ പൂർത്തിയും ഷടാഭിഷേകവും ആഘോഷിക്കുമെന്നാണ് ഇവളുടെ ജാതകത്തിൽ. പുല്ലൂർ മഠത്തിലെ ശങ്കരൻ പോറ്റിയ ജാതകം എഴുതിയത്. അപ്പോ പഞ്ഞിപ്പാള മുടി നിറച്ച് പല്ലും കൊഴിഞ്ഞ് കൂനി കിഴങ്ങിയാവും. എന്റെ മോള് കഴിവൊന്നും ആവില്ല അല്ലേ മോളെ? ഇവിടെ ഉദയം പടിഞ്ഞാറാണോ? ഷീസ് റിയൽ ഫൂൾ. നമ്മുടെ നാട്ടിലെ മലമുകളിലെ ഉദയം അത് കിഴക്കാ, അസ്തമിക്കുന്നത് കടല, അത് പടിഞ്ഞാറാ. ഇവിടെ കടലിനാ ഉദിച്ചത്. വഴക്ക് കൂടണ്ട, ഞാൻ പറഞ്ഞുതരാം. കന്യാകുമാരിയില് 3 വശവും കടല, കിഴക്കും തെക്കും പടിഞ്ഞാറും. അതുകൊണ്ട് ഉദിക്കുന്നതും കടലിന്ന്, അസ്തമിക്കുന്നതും കടലിന്ന്. ചേട്ടാ, അച്ഛനും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. മുഴുവൻ നനഞ്ഞു. എനിക്ക് വയ്യ. ഒന്നും പറ്റില്ല. എന്ത് ചൈതന്യമുള്ള ദേവി! ആ മൂക്കുത്തിയുടെ ഒരു തലക്കം. അമ്മേ, ഞാൻ തൊഴുതോണ്ട് നിന്നപ്പോ ദേവി എന്നെ നോക്കി ചിരിച്ചു. ഓ, നിങ്ങളൊരു ബടായി. സത്യം അമ്മേ. എന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു. മോൾക്ക് അങ്ങനെ തോന്നിയതായി? അല്ല ഡാഡി, സത്യം. ആ, സത്യം.
എന്താ അത്? ടി വി കാണാനുള്ള സമയമാണോ ഇത്? പോയിരുന്നു പഠിക്കേ. നല്ല പ്രോഗ്രാമാ മമ്മി, ഒന്ന് കാണാമെന്ന് വെച്ചതാ. അത്രയും സമയം കൂടുതൽ പിടിക്കാം മമ്മി. അതെ മമ്മി, പ്ലീസ്. നോ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. എല്ലാത്തിനും ഒരു ചിട്ട വേണമെന്ന് എന്നും പറയണം. എന്നിരുന്ന് പഠിക്കും. അച്ഛന്റെ അതേ സ്വഭാവം. വർഷങ്ങൾ പലത് കഴിഞ്ഞു. നാം ഇതേപ്പറ്റി സംസാരിച്ചിട്ടും നാളുകളായി. പിന്നെന്തേ ഇന്ന് പെട്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ? എന്റെ മൂത്ത മകൾ ലില്ലിക്കുട്ടി, ഇന്ന് അവളുടെ പിറന്നാളാണ്. അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 18 വയസ്സ് തികയുമായിരുന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മനസ്സിൽ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ലില്ലിക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതായും. പ്രാർത്ഥിച്ചെണീറ്റപ്പോ ലില്ലിക്കുട്ടിയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് രേണുവിനെയാണ്. പിന്നെ നിങ്ങളെയും കുടുംബത്തെയും. മനസ്സ് മന്ത്രിച്ചു ഒന്നുകൂടി ശ്രമിക്കാൻ. എന്തിന്? പഴയ മേനോൻ കുടുംബത്തെ ഒരുമിച്ച് ഒരേ കൂരയ്ക്ക് കീഴിൽ ഒന്നുകൂടി കാണാൻ. ഈ വിഷയത്തെപ്പറ്റി ഒരിക്കലും ചർച്ച ചെയ്യില്ലെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തതാണ്. എന്നാലും എന്തോ ഇന്നെന്റെ മനസ്സ് പറയുന്നു ഹലോ, സീതാലക്ഷ്മി അല്ലേ? ടീച്ചറാണേ. നാളെ കുറെ ആയി, മറന്നിട്ടില്ലല്ലോ. ഞാനോ? കൊള്ളാം. ബൈ ദ ബൈ, എനിക്ക് നേരിട്ട് അല്പം സംസാരിക്കാനുണ്ട്. സ്വകാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഓഫീസിൽ നിന്ന് മടങ്ങുന്ന വഴി ഞാനവിടെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ആലോചിക്കുക. പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇട്ടിച്ചിന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഞാൻ മറന്നു കഴിഞ്ഞ കാര്യമാണിത്. ആലോചിക്കണമെന്ന് വിചാരിക്കുന്നത് പോലും. പക്ഷേ മേനോൻ എന്നും 10 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഇപ്പോഴും മൂപ്പരുടെ ജീവിതത്തിലുള്ള ഭാഗമാണ്. അല്ല, എല്ലാമാണെന്ന് കരുതിക്കൊള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇട്ടിച്ച് നിന്നോട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം ഒരിക്കലും ചർച്ച ചെയ്യില്ലെന്ന്. ഇപ്പൊ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നി. തെറ്റാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഐ എം സോറി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ പരീക്ഷണത്തിൽ ഒന്നുകൂടി ഞാൻ തോറ്റു. എനിക്ക് ദുഃഖമില്ല ടീച്ച. ഞാൻ പ്രതീക്ഷിക്കാത്തതല്ലോ. എന്നാലും ഒന്നും സ്ഥായിയല്ല ടീച്ച. ഞാനും എന്റെ ദുഃഖങ്ങളും മോഹങ്ങളും ഒന്നും. Hi, Chachi. George has agreed to marry Lucy. Sure. അമ്മ വീണ്ടും ദുസ്വപ്നം കണ്ടു തോന്നുന്നു. അമ്മേ,
ആരും നിലവിളിച്ചതുപോലെ തോന്നി. അതിന് ഞാനെന്താ വേണം? നിങ്ങൾ സമയത്തിന് ഉറങ്ങൂല, അതും ഇതും വേണ്ടാത്തൊക്കെ ഓർത്ത് കിടന്നു മറ്റുള്ളവരുടെ ഉറക്കം കെടുത്താൻ. പോയി കിടന്ന് ഉറങ്ങാനാ പറഞ്ഞത്. ഇന്ന് വൈകിട്ടേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അമ്മയ്ക്ക് വല്ലാത്തൊരു മാറ്റം. എന്തോ മനസ്സിലുണ്ടായിരുന്നത് പോലെ. ചിലപ്പം ഡാഡിയെ വഴിയിലെങ്ങാണ്ടും വെച്ച് കണ്ടിരിക്കും. ആ, എന്നാ അത് തന്നെ കാരണം. Babu, Yeah. why don't you talk? I'm talking to myself. You always talk to yourself. Looks one day you will go to the Himalayas and become a saint. Yeah. I'm thinking about it seriously. Then I'll come with you, okay? Shall I call a doctor? No, Parker. Nobody in this country is more an expert than me. Call your boss. You know, Parker, I am too healthy. I got excess blood. I wanted you to get rid of it. Got it? Okay. എന്താ എന്താ ഇത്? പേടിക്കാനൊന്നുമില്ല, ഒരല്പ ചോര. ശരീരത്തിൽ ആവശ്യത്തിലേറെ രക്തമുണ്ടായാൽ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിച്ചു കളയണമെന്ന് ഞാൻ പാർക്കറെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ഗ്ലാസ് വെള്ളം വേണം. നിങ്ങളോട് വെള്ളമല്ലേ ചോദിക്കാൻ പറ്റൂ? മറ്റത് വല്ലതും ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഇറക്കി വിടില്ലേ? സത്യത്തിൽ വേണ്ടിയിരുന്നത് ഒരു സോബർ ഡോസ് ആയിരുന്നു. തരാം. നശിച്ചേ അടങ്ങുമെന്ന് പ്രതിജ്ഞ ചെയ്തവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. വിവരക്കേട് പറയരുത്. തമ്പി എന്തിനാ ഇങ്ങോട്ട് വന്നത്? കാര്യമുണ്ടായിട്ട് പറയണം. തന്നെ ഈ സ്ഥിതിയിലാക്കിയത് ഞാനാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് തന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അന്വേഷിച്ചിടത്തോളം പോരെ ഡോക്ടർ. നിങ്ങൾക്ക് എന്നോട് ഇത്ര നന്ദിയില്ലാതായി പോയല്ലോ മിസ്റ്റർ മേനോൻ. നന്ദിയോ? പിന്നല്ലാതെ. സ്ത്രീയുടെ ഒരു ഗുണവുമില്ലാത്ത 3 പ്രസവിച്ചു, അത് ശരി തന്നെ. അതിന് മനുഷ്യവർഗത്തിൽ തന്നെ ജനിക്കണമെന്നില്ലല്ലോ. ആ നാരായത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ഞാനാണ്. അപ്പോ നന്ദി വേണ്ടേ? മദ്യം തലയ്ക്ക് പിടിച്ച നിങ്ങളോട് ഞാൻ എന്ത് പറയാൻ? പ്ലീസ് ലീവ് മീ അലോൺ. അപ്പോ നന്ദിയില്ല, സ്നേഹവുമില്ല. വേണ്ട. തന്റെ ഈ പണമുണ്ടല്ലോ, അതെങ്കിലും കുറച്ച് താ. a few dollars. ആശുപത്രിയിലായിരുന്നു. ഇറങ്ങിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയില്ല. പുതിയ വൈഫിനാണെങ്കിൽ ചെലവൽപ്പം കൂടുതൽ, അല്പം ബുദ്ധിമുട്ട്. മടക്കിത്തരാം. ഒന്നുമില്ലെങ്കിലും ഈ രാജ്യത്ത് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റും ക്ലിനിക്കും ഉള്ളവനല്ലേ ഞാൻ. Thanks. Thank you very much. Will be returned with thanks.
ഹലോ മിസ്റ്റർ മേനോൻ. ഹലോ ടീച്ചൻ, വരൂ, ഇരിക്കൂ. എന്താ ഒരു വല്ലായ്മ? ആ ഡോക്ടർ തമ്പി കയറി വന്നു. മൂഡ് ഓഫ് ആകാൻ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. ഇത്രയൊക്കെ ആയിട്ടും അയാൾക്ക് ഇവിടെ കയറി വരാൻ കഴിയുന്നല്ലോ. അതാണല്ലോ തമ്പി. ഇന്നാളെ ക്ലബ്ബിൽ ഇരുന്ന് കുടിച്ച് രക്തം ഛർദ്ദിച്ചു വീണു. കൂടിയിരുന്നവർ തൂക്കിയെടുത്ത് ആശുപത്രിയിലാക്കി. തല പൊക്കാവുന്നായപ്പോ ആശുപത്രിയിൽ നിന്ന് പുറത്തിയാടി. ആശുപത്രിയിൽ നിന്ന് ഒളിച്ചു പോരുമ്പോ അവിടെ നിന്ന് നഴ്സിനെയും പൊക്കിക്കൊണ്ടാ പോയത്. ആ പോട്ടെ, പിന്നെ എന്തോ കൊണ്ടിട്ടിച്ച? തന്റെ ഭാര്യ രാവിലെ എന്നെ ഫോൺ ചെയ്തിരുന്നു. രേണുവിന് നാട്ടിൽ പോകണമെന്ന്, മോഹിനിയാട്ടം പ്രാക്ടീസിന്. ഈ അവധിക്ക് നൃത്തം പഠിക്കാൻ ഇങ്ങോട്ട് വരണ്ട. കാരണം വരുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടാവില്ല. നാട് വിട്ട് അങ്ങ് അമേരിക്കയിലേക്ക് വരുന്നു. നിന്നെ കാണാൻ പാസ്പോർട്ടും വിസയും ഒക്കെ റെഡി. ഇപ്പോൾ തന്റെ മുഖത്ത് സന്തോഷം പരക്കുന്നത് ഞാനിവിടെ ഇരുന്ന് കാണുന്നു. നേരിട്ട് കാണാൻ കൊതിയും തോന്നുന്നു. വരുന്ന വിവരത്തിന് കേബിൾ അയക്കാം. നിന്റെ മാത്രം പാലിട്ട്. നിന്റെ പ്രിയങ്കര ഗായകനായ യേശുദാസിന്റെ ഒരു ലേറ്റസ്റ്റ് കാസറ്റ് കൂടെ ഇത് സഹിതം അയക്കുന്നു. എന്നെ മനസ്സിൽ ധ്യാനിച്ച് പാട്ട് കേൾക്കുക. ഹലോ അങ്കിൾ, രേണു ഹിയർ. ഹലോ രേണു. എനിക്ക് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് എടുക്കണ്ട. എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ പോന്നില്ല. എന്താ കാര്യം പറയൂ മോളെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളിനെ കുറിച്ച്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നു. ഉണ്ടാക്കുമോ? അങ്കിളിന്റെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം നേരെയാകും. ഞാൻ എപ്പോ ഒന്ന് കാണാം, കുറെ സംസാരിക്കാനുണ്ട്. ആ കാര്യമൊക്കെ മനസ്സിലായി. അമ്മ എന്നെയും വീട്ടിൽ കയറ്റാതാക്കണമല്ലേ? ഏതായാലും ആളെങ്കിൽ വരട്ടെ മോളെ, നമുക്ക് വേണ്ടത് ചെയ്യാം. താങ്ക് യു അങ്കിൾ.
Where can I see the boys and girls in the original? I can't follow you. Excuse me. Good morning. Okay. കണ്ടാൽ സായിപ്പ് ഇംഗ്ലീഷ് പറഞ്ഞാൽ തലേ കയറത്തുമില്ല. എന്താ അമ്മാവ? ഒരു മലയാളിയെങ്കിലും കണ്ടല്ലോ, രക്ഷപ്പെട്ടു. എന്താ അയാളോട് ചോദിച്ചത്? ഞാനൊരു സാംസ്കാരിക സംഘത്തിന്റെ കൂടെ വന്നതാണ്. നാം ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരം ഏതായാലും പഠിച്ച് മനസ്സിലാക്കി മടങ്ങിയാലല്ലേ നമ്മളെ അയച്ച സർക്കാരിനോട് നീതി കാണിക്കാൻ പറ്റൂ. മറ്റൊന്നും വിചാരിക്കരുത്, എനിക്ക് താല്പര്യമുള്ള കാര്യവുമല്ല. പക്ഷേ ഗവേഷണത്തിന്റെ ദൃഷ്ടിയിൽ കൂടി നോക്കുമ്പോൾ കാര്യം എന്താണെന്ന് പറയണം. ഇവിടെ എവിടെയോ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നഗ്നരായി രാസക്രീഡകൾ നടത്തുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിരീക്ഷണാർത്ഥം ഞാനിന്നലെ ഇവിടെ വന്നതേ ഉള്ളൂ. നാട്ടിൽ വെച്ച് ഞാനും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കളും നിരീക്ഷണത്തിന് ഇറങ്ങുകയായിരിക്കും. എന്തേ? എങ്കിലും എനിക്കൊരു കൂട്ടുമായി. അയ്യോ ഇല്ല, എനിക്ക് ഉടനെ മടങ്ങിപ്പോണം. ഒന്ന് അന്വേഷിച്ച് പറയാമോ? നാടിന്റെ ഒരു കാര്യമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ജംഗ്ഷനിൽ പോയി ട്രാഫിക് കോൺസ്റ്റബിളോട് ചോദിച്ചു നോക്കാം. എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഏയ് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് മനസ്സിലായി. ആ ഗുരുവായൂരപ്പാ. Which bastard dared to ask me to stop? I kill you, you son of a bitch! Asshole, man! Stop it! Please, Asshole, man! Wait! Please, stop it! Please! You know, I am Thambi, Dr. Thambi from the royal family of Kerala. We fight with shield and sword. പാലും പരിചയം കൊണ്ട് യുദ്ധം ചെയ്ത പാരമ്പര്യമാണ് എനിക്ക്. ആരവിടെ? കേട്ടിക്കെന്റെ പരിചയ എവിടെ? എന്റെ വാൾ കൊണ്ടുവാ കുതിരെ. Stop it! Give me another drink before I fight. Come on. No more drinks for you. Please pay the bill and clear out. We pay the bill. No bill, no payment. Get it from a royal treasury. ഖജനാവിൽ പണമുണ്ട്. എവിടെ മന്ത്രി? Get it from a finance minister. Now give me another peg and save your life. Bob, get this guy out of here. You step naked, I'll break your skull. Bastard. കഴിവറ മക്കളെ, ഈ തമ്പിയെ തൊട്ടുകളുണ്ട് റാസ്കൽ. ഈ തമ്പിയാണെന്ന് അയ്യോ, കാണിച്ചു. ഇദ്ദേഹം ഒരു മലയാളിയാണല്ലോ. ഹായ്, നമ്മുടെ പ്രജകളോ. പറയൂ, നാം എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് സ്വല്പം ധൃതിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ. ഓ, നിന്നെ കണ്ടാലേ ഞാൻ നീ ഒരു അഴക്കൃതനാണ്. പറയൂ, അങ്ങേക്കൊരു രാജകലയുണ്ട്. പറയൂ, എന്ത് വേണമെങ്കിലും പറയൂ. പരദേശിയുടെ ഈ രാജ്യത്ത് അങ്ങേക്ക് എന്തും ചെയ്തു തരാൻ നാം കടപ്പെട്ടവനാണ്. പറയൂ. ഏറ്റ് പക്ഷേ എന്തെല്ലാം കാണോ കാണിച്ചു തരാം. പക്ഷെ വെറുതെ കണ്ടിട്ടെന്ത് പ്രയോജനം മാത്രമേ അനുഭവിക്കണം. ഓ, ശാന്തം പാപം. ഇതൊരു സംസ്കാരവാദം മാത്രമാണ്, മറ്റൊന്നും ധരിക്കരുത്. അതെ, സത്യം. ഓ, വയസ്സുകാലത്തിന് സാംസ്കാരികം. സോറി. No reply from the room. ഈ സമയത്ത് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അയാൾ എവിടെ പോയി? വരുന്നല്ലോ. പോലീസിൽ അറിയിക്കാൻ തുടങ്ങിയതാ. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ റെഡിയായി, ചുറ്റൊന്ന് കാണാമെന്ന് കരുതി പുറത്തോട്ടിറങ്ങി. ബാലേട്ടാ, ഇതാണ് ഇട്ടിച്ചൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമസ്കാരം. കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് അകത്തോട്ടിരിക്കാം. അയ്യോ, അമ്മ കാത്തിരിക്കും. എന്നാൽ രേണു പൊയ്ക്കുള്ളൂ, ഞങ്ങൾ സംസാരിച്ചിരിക്കാം. വരൂ.
രേണു പറഞ്ഞിരിക്കുമല്ലോ. ഏതാണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരിക്കൂ. ഒരു ദൗർഭാഗ്യത്തിന്റെ കഥ. വിധിയെന്ന് വിളിക്കാം. ശരിയാണ്. പക്ഷേ മിസ്റ്റർ മേനോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റൊരാളുടെയും സഹായമില്ലാതെയാണ് 3 കുട്ടികളെ അവിടെ വളർത്തിയത്. അദ്ദേഹം സഹായിക്കുമായിരുന്നില്ലേ? സഹായം ആര് സ്വീകരിക്കാൻ? വാശി, ഒരേ വാശി. അവർ 24 മണിക്കൂറും ജോലി ചെയ്യുമായിരുന്നു, പലയിടങ്ങളിലായി. സമർത്ഥയാണല്ലോ. പടിപടിയായി ഉയർന്നു. പിന്നെ ഏജൻസികൾ എടുത്തു. എന്തിന്? 10 വർഷം കൊണ്ട് ഈ നിലയിലായി. അമ്മ ഒരു പുരുഷനേക്കാൾ വലിയ പുരുഷനാണെന്നാണ് രേണു പറയുന്നത്. ശരിയാണ്, സമ്മതിച്ചേ പറ്റൂ. സാറിനെ പോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും അവരെ യോജിപ്പിക്കാൻ നല്ല കാര്യമായി. ഞാൻ തോറ്റത് അവിടെ മാത്രം. ഇനി നിങ്ങളുടെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ ചിന്ത. മിസ്റ്റർ ബാലകൃഷ്ണന് ഒരു ജോലി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കഥ അതുകൊണ്ട് അവസാനിക്കുമോ? ഞാനും ഒരു കാലത്ത് ചെറുപ്പമായിരുന്നു. ഒരു കാര്യം പറയാം. മിസ്സിസ് സീതാലക്ഷ്മിയുടെ സ്വഭാവം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അതാണ് അങ്കിളിന്റെ അടുത്ത് വന്നത്. അങ്കിൾ ഞങ്ങളെ സഹായിക്കണം. ക്ഷമിക്കണം, ഇതേപ്പറ്റി ഇനി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇട്ടിച്ചിന് എന്ത് പറഞ്ഞാലും ശരി, ഈ താന്തോന്നിത്തരം സഹിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ മാത്രമല്ല, അമ്മാവനെയും തറവാട്ടിനെ അവൾ അപമാനിച്ചു. താന്തോന്നിത്തരമായിരുന്നെങ്കിൽ അവർക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമായിരുന്നില്ലേ? 2 പേരും പ്രായപൂർത്തിയായവർ, വേണ്ടി വന്നാൽ സ്വന്തം കാൽ നിൽക്കാൻ കഴിവുള്ളവർ. എങ്കിൽ പിന്നെ ആ കാൽ എവിടെ കുത്താൻ ഞാൻ അനുവദിക്കില്ല ടീച്ച. അമ്മയ്ക്ക് അത്ര വെറുപ്പാണെങ്കിൽ ആണെങ്കിൽ ഇത്രയുമായ സ്ഥിതിക്ക് എനിക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. എന്നാ ഞാനൊരു തില്ലെന്ന് കരുതിക്കോളൂ. ഓടിയേ തീരുന്നു എന്നാൽ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ക്ഷമിക്കണം മിസ്സിസ് മേനോൻ, കാലം മാറിപ്പോയി, സ്ഥലവും. ഒഴുക്കിനെതിരെ നീന്തിയാൽ ഉഴയുന്നത് നീന്തുന്നവരാണ്. ഒരു കുടുംബ സുഹൃത്തെന്ന നിലയിൽ ഇത് പറയേണ്ടത് എന്റെ കടമയായതുകൊണ്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. എല്ലാ വെക്കേഷനും രേണു ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ അവർ തമ്മിൽ കാണുമായിരുന്നു. വർഷങ്ങളായി അവർ അടുപ്പത്തിലായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇട്ടിച്ചിന് ഏതായാലും ആ പയ്യനെയും കൂട്ടി എന്റെ അടുത്തേക്ക് വരാതിരുന്നത് വളരെ നന്നായി. ഒരവസരം കിട്ടിയപ്പോ ഞാനത് അവളെ തോൽപ്പിക്കാൻ ഉപയോഗിച്ചു എന്നായിരിക്കും ലക്ഷ്മിയുടെ വ്യാഖ്യാനം. നിങ്ങൾക്കെപ്പോഴും അവരെ കുറിച്ചുള്ള ചിന്തയല്ലേ ഉള്ളൂ. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന മകൾ, അവൾക്ക് വേണ്ടി നാടും വീടും വിട്ട് എന്തിനും തയ്യാറായി വന്ന ഒരു പയ്യൻ. എനിക്ക് അവരെക്കുറിച്ച് ചിന്തയില്ല ടീച്ചർ. അവർ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവരാണ്. അവളാണെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നവർ. കേട്ടിടത്തോളം അവനും തന്റെ ഇടമുള്ള ചെറുപ്പക്കാരൻ. ആരെതിർത്താലും അവർ വിവാഹിതരാകും. അത് ശരി. നിങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. എനിക്ക് സന്തോഷമാണ് ടീച്ചർ. ഐ എം റിയലി ഹാപ്പി. പക്ഷെ ലക്ഷ്മി, അവൾ cannot be helped. ഏതായാലും നടക്കേണ്ടത് നടക്കും. അപ്പോ പയ്യനെ കാണണ്ട? എന്റെ വെൽ വിഷസ് ആൻഡ് മോറൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോ കാണണ്ട. വരട്ടെ, ഞാൻ കണ്ടോളാം. സമയമാകട്ടെ. പോരെങ്കിൽ പയ്യൻ നല്ലവനാണെന്ന് ഇട്ടിച്ചൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ ഞാൻ അന്വേഷിച്ചിട്ട് ആവശ്യമില്ലല്ലോ. താങ്ക് യു ഫോർ യുവർ കോൺഫിഡൻസ് ഇൻ മീ. പിന്നെ ദൂരെ നിന്നെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് കൊളംബസ് ഡേ പരേഡ് കാണാൻ പോകാമെന്ന് ഏറ്റിട്ടുണ്ട്. കാണേണ്ടപ്പോ ഞാൻ കണ്ടോളാം ഇട്ടിച്ച. ഏതായാലും സീതാലക്ഷ്മി മിസ്റ്റർ ബാലകൃഷ്ണനുമായി സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ ഫലം എന്താണെന്ന് നോക്കാം. നന്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം.
അപ്പോ കൊളംബസിന്റെ പരേഡ് കാണാൻ പോകുന്നില്ല? എനിക്കെന്ത് പരേഡ്? Yes. Let him in. എന്റെ പേര് ബാലകൃഷ്ണൻ. അറിയാം. നാട്ടിൽ തറവാട്ടിനടുത്ത എന്റെ വീട്. ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ ബാലകൃഷ്ണൻ, 10 വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ ജീവിക്കുന്നതും എന്റെ മക്കളെ വളർത്തുന്നതും തറവാടികളായിട്ടാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്നെ കളിയാക്കുകയാണോ? ക്ഷമിക്കണം, ഞാനിവിടെ വന്നത് നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല. ഈ നാടിന്റെ പരിഷ്കാരങ്ങൾ ഭ്രമിച്ചുമല്ല. എനിക്ക് എന്റെ നാട് തന്നെയാണ് ഇഷ്ടം. പക്ഷെ എന്തോ രേണു കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നി. തോന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അതിനുള്ള അർഹതയുണ്ടോന്നായിരിക്കും. ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ അത്രയ്ക്ക് അവ സ്നേഹിക്കുന്നു. പിന്തിരിപ്പിക്കാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ പിന്തിരിയാനായിരുന്നെങ്കിൽ കടലും കടന്ന് ഞാനിവിടെ വരില്ലല്ലോ. ഇതാണ് മിസ്റ്റർ ബാലൻ. ഹലോ. നാട്ടിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. വർഷം കുറെ ആയില്ലേ? ബാബു ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. രേണു റൂമിലുണ്ട്. വിളിക്ക്. ആ വരും. ചേച്ചി, ചേച്ചി. ബാബു മിസ്റ്റർ ബാലൻ. ഞാൻ മിസ്റ്റർ ബാലനെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണ്. ഈസ് ഗോയിങ് ടു മാരി രേണു. മക്കളുടെ ആഗ്രഹം സാധിച്ചു തരാത്ത അമ്മയാണെന്ന് ഇനി ആരും പറയില്ലല്ലോ. ദിനെ ചായ കൊണ്ടുവരും.
ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ, കളകാകളി നീ പൊഴിയും നീരാഞ്ജനക്കുയിലേ. ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ. ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ. പൊന്നന്തി വരും വഴി ഇരലെല്ലാം നീണ്ടു നിൻ കണ്ണിലെ ആഴത്തിൽ കുടിച്ചു നീല സ്വപ്നം, നല്ലിണയോട് തുണയോട് നിറനിറവറിയുമൊരാലിംഗനം. ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ. തൂവിയ പൂമ്പൊടിയിൽ നമുക്ക് നമ്മെ തേടാം, തേടുകിലോ മണമോട് നിറമോട് തനുവോട് മനമോട് സമ്മേളനം, മണമോട് നിറമോട് തനുവോട് മനമോട് സമ്മേളനം. മഞ്ജുമഗ്നൂളിയായി വണ്ടു പാറുന്നിതേ. ഓക്കുമരക്കൊമ്പത്തെ കാക്കാല പൂങ്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ, കളകാകളി നീ പൊഴിയൂ നീരാഞ്ജനക്കുയിലേ. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയതുപോലെ എനിക്കും. പക്ഷേ എന്താ ബാലേട്ട? നമ്മുടെ കല്യാണത്തിന് പോലും നിന്റെ അച്ഛൻ വന്നില്ലല്ലോ. 40 മൈൽ അകലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എല്ലാവരെയും ക്ഷണിച്ചു, അച്ഛനെ ഒഴിച്ച്. സ്വന്തം മകളുടെ കല്യാണത്തിനും പ്രത്യേകം ക്ഷണിക്കണം. അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് കരുതിയാവും അച്ഛൻ വരാതിരുന്നത്. ഇട്ടിച്ചനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്
എന്നാലും ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും മക്കളെ മറക്കാറുണ്ടോ? പാവം അച്ഛൻ അങ്ങനെയാണ്. അമ്മയ്ക്ക് ദുഃഖമില്ലെന്നാണോ? പുറത്ത് കാട്ടില്ലെന്ന് മാത്രം. എല്ലാം അയാള് കാരണം. ദുഷ്ടൻ. ആ ഡോക്ടർ. Babu? Yes? Do you like me? Of course. I love you. Do you love me? I don't know. But Yes. I think so. You're strange, so strange. She might be fast asleep. No, no. Hi, Babu. How are you? How was the movie? Yeah, it was okay. Would you like to come in? It's already late. Some other time. Okay, good night. Yeah. See you. Good night.
എണീറ്റോ? ഞാൻ ഉറങ്ങിപ്പോയി. ബാബുവിന്റെ കാറിന്റെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ഇപ്പോഴാണോ വന്നത്? അമ്മയും പേടിയില്ലാതായി. ആ. എന്താ വല്ലാതെ? ഏയ് ഒന്നുമില്ല. ഓഹോ. ആ, പെൺകുട്ടികളും ആൺകുട്ടികളും അടുത്ത് പെരുമാറുന്നതും വല്ലപ്പോഴും വീട്ടിൽ വൈകിയെത്തുന്നതും ഇവിടെ സാധാരണമാണ്. ആയിരിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾ പറയുമല്ലോ, അമ്മ പ്രസവിച്ച് അച്ഛൻ വളർത്തണമെന്ന്. അതിവിടെ ഉണ്ടായില്ല. മിസ്റ്റർ ബാലൻ, നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ എന്തും ജീവിച്ചിരിക്കുന്നത് ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. ടീച്ചർ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഓക്കെ, അതിനെന്താ. പക്ഷേ എന്നോട് ചോദിക്കാതെ തന്നെ ആകാമായിരുന്നല്ലോ. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തതല്ല ബാലൻ. ഞാൻ മുഖാന്തരം വേണ്ടെന്ന് വെച്ചു. അതിന് കാരണമുണ്ടെന്ന് വെച്ചോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ലക്ഷ്മി മേനോന്റെ മരുമാനാണ്. ഞാൻ അവളുടെ കുട്ടികളുടെ അച്ഛനാണ്. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നതിൽ ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്നറിയാം. എന്നാലും ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. വന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെയും കണ്ടു. ഇട്ടിച്ചിനെ അന്വേഷിച്ച് ക്ലബിൽ വന്നപ്പോ. ഓ, അങ്ങ് അവിടെ ഉണ്ടായിരുന്നു? വളരെ അടുത്ത്. എന്നിട്ടും ഞാൻ സ്വയം പരിചയപ്പെടുത്തിയില്ല. മോഹമില്ലാഞ്ഞിട്ടായിരുന്നില്ല, സമയമായില്ല എന്ന് തോന്നി. സോറി, വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. വരൂ. എനിക്കിങ്ങനെ ഒരു മരുമകനെ കിട്ടിയത്, രേണുവിന് ബാലനെപ്പോഴൊരു ഭർത്താവിനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. വെറുതെ പറയല്ല, സത്യം. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ട്? ലക്ഷ്മിക്കും എന്റെ കുട്ടികൾക്കും? ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇല്ല. വിശ്വസിക്കാതിരിക്കാൻ ഇവിടെ എന്തുണ്ടായി? ഞാൻ അവിടെ പോയി, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എന്നോട് സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തു. പിന്നെ മുൻപ് തന്നെ പോയി കാണാത്തതിൽ എനിക്ക് വിഷമം തോന്നി. അറിഞ്ഞുകൊണ്ട് എന്നെ അപമാനിക്കായിരുന്നു. ഞാൻ ആരെ അപമാനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കല്ല, അപമാനിച്ചു. അതും എന്റെ മക്കളുടെ മുമ്പ് വെച്ച്. ആ മനുഷ്യന്റെ നിഴൽ പോലും ചെണ്ടാൻ ഞാൻ സമ്മതിക്കാത്ത എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പ് വെച്ച്. എന്തായി കാണിച്ചത്? എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ അടങ്ങുന്നില്ല. ആകെ വെകിളി പിടിച്ച പോലുണ്ട്, ദേഷ്യവും കരച്ചിലും. രേണു, ഞാൻ ആരെ കാണണം ആരെ കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ആർക്കും തീരെടുത്തിട്ടില്ല. എന്നാൽ അത് അമ്മയോട് പറയാതെങ്കിലും ഇരിക്കാമായിരുന്നില്ലേ? എന്നോട് ചോദിച്ചിട്ട് പറയാമായിരുന്നില്ലേ? നിന്നോട് ചോദിച്ചെങ്കിൽ നീ എന്ത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛനെ കാണാൻ അമ്മ ഞങ്ങൾക്ക് അവസരം തന്നിട്ടില്ല. അച്ഛനും. പക്ഷെ അദ്ദേഹം നിങ്ങളെ എന്നും, അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം, പലപ്പോഴും അവസരം ഉണ്ടാക്കിയും കാണുമായിരുന്നു. ഇപ്പോഴും അതെ. നമ്മുടെ കല്യാണം പോലും അദ്ദേഹം അകലെ നിന്ന് കണ്ടു. പക്ഷെ എപ്പോഴും അകലെ നിന്നായിരുന്നു. അതാണ് ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബാലേട്ട, ഒന്ന് നിർത്തുവോ? നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്, അവരുടെ വീട്ടിൽ അവരുടെ കുടുംബ ഡ്രൈവറായി കഴിയാൻ ആ ഉദ്യോഗത്തിന്റെ പേര് വൈസ് പ്രസിഡന്റ് എന്നാണെങ്കിലും ഇനി എന്നെ കിട്ടില്ലെന്ന്. ബാലേട്ട, ബാലേട്ട, എന്നാൽ അവൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ടും അവൻ എന്നോട് ചെയ്തത്. What did Chetan do wrong? All that he wanted was to see Daddy. നീയും അവന് വേണ്ടി വാദിക്കുന്നു. എനിക്കിഷ്ടമെന്ന് പറഞ്ഞോണ്ട് അവൻ പോയില്ലേ? പോടി പോ, നീ അവന്റെ പുറകെ പോ.
നിന്റെ തന്തയുടെ അടുത്ത്. അച്ഛനെ കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മമ്മിയെ പേടിച്ച് ഞങ്ങൾ പോകുന്നില്ല. അച്ഛനെ കാണാനുള്ള ആഗ്രഹം മക്കൾക്ക് തോന്നില്ലേ? അതിലെന്താ തെറ്റ്? എന്നാ നീയും പോ. ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ വെറുക്കുന്ന എന്റെ മുമ്പിൽ നിന്ന് പോടാനല്ല പറഞ്ഞത്. Babu, it's getting late. Okay, let's move. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ കഴിയാനുള്ള വരുമാനം കിട്ടുന്ന ഒരു ജോലി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുടുംബത്തിന് ഭേദപ്പെട്ട സൗകര്യത്തോടുകൂടി ഒരു ഫ്ലാറ്റ് തരപ്പെട്ട് കിട്ടി. ഇനി വേണ്ടത് നീയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ നിനക്ക് കഴിയും. നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കവിടെ ജീവിക്കാൻ പറ്റില്ല. നാട്ടിലും പോയി പരീക്ഷിച്ച് നോക്കിയാലേ അറിയാവൂ നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയുമോ. ഇവരൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്തത്? കൊടുത്തവനെ ആയിരിക്കണം റാസ്കൽ. ഹലോ മിസ്സസ് മേനോൻ, അവിടെ വിടൂ. എന്നെ കാറ് കയറ്റി കൊല്ലാമെന്ന് വിചാരിച്ചതിൽ തെറ്റില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെ ചെയ്യും. പക്ഷേ മരിക്കാൻ എനിക്ക് മനസ്സില്ല. ഒന്ന് മാറി നിൽക്കണം. വരട്ടെ വരട്ടെ, പറയാനുള്ളത് പറയാതെ എങ്ങനെ പോകാൻ പറ്റുമോ? പോകാതെ പോലീസിനെ വിളിക്കണം. അമ്മേ, സീതാലക്ഷ്മി അമ്മേ, ഇനിയെങ്കിലും നിങ്ങൾ അല്പം മനുഷ്യത്വം കാണിക്കൂ. 1000 പ്രാവശ്യം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചു. എന്റെ ഒരു തമാശ മനുഷ്യന്റെ ജീവിതത്തെ. Will you stop this nonsense and get out of my way, you wretched drunk? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ പാപിയാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ പാപിയാണ്. അറിയാതെ തെറ്റ് ചെയ്യുന്നവൻ വിഡ്ഢിയാണ്. തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുമ്പോൾ മാപ്പ് കൊടുക്കാതിരിക്കുന്നവൻ പാപിയും വിഡ്ഢിയുമാകുന്നു. സീതാലക്ഷ്മി അമ്മേ, നിങ്ങൾ പാപിയും വിഡ്ഢിയുമാകുന്നു. മമ്മി, ചേച്ചി പോയി. ഫോൺ ചെയ്തപ്പോ മമ്മി ഓഫീസിലില്ല. ഇതാ അഡ്രസ്സും ഫോൺ നമ്പറും. മമ്മി, പ്ലീസ് മമ്മി, സോറി എന്നൊരു വാക്ക് ചേട്ടനോട് പറഞ്ഞാ മതി. അവർ തിരിച്ചു വരും. പ്ലീസ് മമ്മി. ഞാൻ അവനോട് മാപ്പ് ചോദിക്കണം അല്ലേടി?
അതെ മോളെ. അകത്ത് വരൂ അച്ഛാ. സുഖമാണോ മോളെ? അതെ അച്ഛാ. മറ്റു കുഞ്ഞുങ്ങൾക്ക്, വീണയ്ക്കും ബാബുവിനും? സുഖമാണ് അച്ഛാ. ബാലൻ ഓഫീസിൽ നിന്ന് വന്നില്ലേ? ഇപ്പൊ വരും. ബാലന്റെ വീട്ടിൽ വന്നിരുന്നു. പറഞ്ഞു. അതിന്റെ പരിണാമമാണല്ലേ ഈ വീട് മാറ്റം? അത് അമ്മയുടെ ദുഃഖം നിങ്ങൾ കണക്കിലെടുത്തില്ല. ഞാൻ വന്നത് അഭിപ്രായ വ്യത്യാസം എന്തുണ്ടെങ്കിലും അതെല്ലാം മറന്ന് നിങ്ങൾ മടങ്ങി വീട്ടിൽ പോയി എല്ലാരും ഒരുമിച്ച് താമസിക്കണമെന്ന് പറയാനാണ്. അത് നീയും ബാലനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവളെ എന്തുമാത്രം ഉലച്ചിരിക്കുമെന്ന് നിനക്കറിയാം. അച്ഛൻ ക്ഷമിക്കണം. വിവാഹം കഴിച്ച പെൺകുട്ടികളെല്ലാം അച്ഛനമ്മമാരുടെ കൂടെ അല്ലല്ലോ താമസിക്കുന്നത്. ഇവിടെ അവളൊരു പ്രത്യേക പരിസ്ഥിതിയിലാണ്. അതുകൂടി കണക്കിലെടുത്ത് വേണം. ഇക്കാര്യത്തിൽ ബാലേട്ടന്റെ അഭിപ്രായം കൂടി. ശരി, ബാലൻ വരട്ടെ. അച്ഛൻ ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇരിക്കൂ. അച്ഛാ, hi Babu. Come in. It is so sweet of you to come all this way to see me. Dawn, is your mom home? No, they've all gone out. Come in. All right. Dawn, Yes? I want to talk something very important. What's it? I'm going to India Oh, to India. For how many days? for good. No. No. I can't believe it. I mean it. I'm tired of life here. Are you leaving me? Sorry. I can't help it. Babu, can I go with you? Will you take me? Are you serious? Yes, I am. Dawn, I love you. I love you too. ഇല്ല, അന്യജാതിയിലുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. ക്ഷമിക്കണം അമ്മേ, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തുപോയി. അതിൽ നിന്ന് പിന്മാറാൻ എന്നെക്കാൾ നിനക്ക് വലുത് എങ്ങാണ്ട് കിടന്ന ഒരു പെണ്ണാണ് അല്ലേടാ? എന്നല്ല, ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ. അവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ വേണ്ട, അമ്മ കയറ്റണ്ട. എന്നെങ്കിലും ഞങ്ങളെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് കഴിയെങ്കിൽ അന്ന് ഞാൻ മടങ്ങി വരാം. ഒറ്റയ്ക്കല്ല, അവളുമൊത്ത്. നിന്നെ അടുത്ത് കാണണമെന്നും നിന്റെ ശബ്ദമൊന്ന് കേൾക്കണമെന്നും ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു എന്നറിയാമോ മോനെ? അകന്നു കഴിഞ്ഞതുകൊണ്ട് അച്ഛന്റെ സ്നേഹം കിട്ടിയില്ല. ഒരുമിച്ച് കഴിഞ്ഞിട്ടും അമ്മയുടെ സ്നേഹവും കിട്ടിയില്ല. അങ്ങനെ പറയരുത് മോനെ. അവൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി.
കഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ കാരണം. അക്കാര്യമെല്ലാം ഇനി ഓർത്ത് ദുഃഖിച്ചിട്ട്. ശരിയാണ്. നിങ്ങൾക്ക് നന്മ നേരാൻ അവസരം കിട്ടിയത് തന്നെ എന്റെ മഹാഭാഗ്യമാണ് മോൻ. ആ, ഇനി എന്നാ മടക്കം? നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാനാണ് എന്റെ ഉദ്ദേശം. റിസർച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ജോലിയും കിട്ടും. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ? അവർക്കൊക്കെ സമ്മതമാണ്. എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോ വന്നു പോവുകയും ചെയ്യാമല്ലോ. ഗുഡ്, നല്ലത്. നാട്ടിൽ പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ശരിയായാലും തെറ്റായാലും നാട്ടിൽ എന്നെ കുറിച്ചുള്ള ധാരണ, അത് പോട്ടെ. ജനിച്ചത് അവിടെ ആണെങ്കിലും എന്നെ ഈ കാണുന്ന ഞാനാക്കിയത് ഈ നാടാണ്. ഇനി മരിക്കുവോളം ഇവിടെ തന്നെ. ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച പോവും. ബാബു, നിന്നെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ വരില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നിന്റെ അമ്മയതറിഞ്ഞാൽ അവൾ കൂടുതൽ ദുഃഖിക്കും. അറിയാം, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. അമ്മയെ ദുഃഖിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് മോനെ. നീ പോയി വാ. നിങ്ങൾക്ക് ഞാൻ എല്ലാ നന്മകളും നേരുന്നു. ഡോൺ, Yes. he is my only son. Now he is yours. I want him to be happy forever. And that's in your hands. Hope you understand. Yes, I do. May God bless you both with all his grace. ദൈവമേ, എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. Thank you. Veena? Veena? നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്. ഫസ്റ്റ് പീരീഡ് ഞാൻ അറ്റൻഡ് ചെയ്തു. ചേച്ചിയെ കാണണമെന്ന് തോന്നി, നേരെ ഇങ്ങോട്ട് പോന്നു. അമ്മയ്ക്കറിയാമോ? അമ്മ അറിഞ്ഞ കേമായി. വൈകുന്നേരം അമ്മ വരുന്ന സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ കോളേജ് നടയിലുണ്ടാവും. ഒരു സംശയം തോന്നില്ല. അത് ശരിയല്ല ബിനെ. അമ്മയുടെ അനുവാദമില്ലാതെ നീ ഇവിടെ വരുന്നത് തെറ്റാണ്. അത് കൊള്ളാം. ചേട്ടന്റെ ഉപദേശം കേട്ട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ട്സിനൊക്കെ വിട്ടു. ഞാനിപ്പോ ഒറ്റയ്ക്കാം. ബാബു ആണെങ്കിൽ വീട് വിട്ടു പോയി. ചേച്ചിയും ചേട്ടനെ ഒന്ന് കണ്ടാ ഒരല്പം ആശ്വാസമാവുമല്ലെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാ? നീ വിഷമിക്കാതെ. നിന്നെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ബാബു പിണങ്ങിപ്പോയി. നീ ഇവിടെ വന്നു കൂടി അറിഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കുട്ടി ഞാൻ പറഞ്ഞത്, അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? ആ ബീനെ, നീ ഒരു കാര്യം അറിഞ്ഞോ? അച്ഛൻ ഇവിടെ വന്നിരുന്നു. അച്ഛനോ? അതെ, നമ്മുടെ അച്ഛൻ. സത്യം? സത്യം. അയ്യോ, എന്നെ വിളിക്കായിരുന്നില്ലേ? ആഹാ, കൊള്ളാലോ. ഇത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണാതിരുന്നത്? വർഷം 10 കഴിഞ്ഞു. എന്ത് ധൈര്യത്തിലാ പോവാ? മക്കളെ കാണാൻ ആഗ്രഹമില്ലാത്ത അച്ഛന്റെ അടുത്തേക്ക്? നമുക്ക് തെറ്റുപറ്റി ബീനെ. അച്ഛന് നമ്മെ കാണാൻ എന്തൊരാഗ്രഹമായിരുന്നെന്നറിയോ? ദൂരെ നിന്ന് കാണുമായിരുന്നത്രേ. അമ്മയെ അപ്സെറ്റ് ആക്കരുതെന്ന് കരുതി അച്ഛനെല്ലാം സഹിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. എന്നെ ചോദിച്ചോ ചേച്ചി? കാണാൻ ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് കാണും. ടെലിഫോൺ ചെയ്തിട്ട് പോകരുത്. സർപ്രൈസ് വിസിറ്റ് ആയിരിക്കണം. ടെലിഫോൺ ചെയ്തിട്ടായാൽ ചിലപ്പോൾ മൂപ്പര് സമ്മതിക്കില്ല. സഹധർമ്മിയുടെ മനസ്സിന് ഓർലേറ്റാലോ. അച്ഛൻ ഇവിടെ വന്നത് തന്നെ ഞങ്ങളോട് മടങ്ങി വീട്ടിൽ ചെന്ന് താമസിക്കണം, ഇല്ലെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കുമെന്ന് പറയാനായിരുന്നു. അച്ഛനെ നേരിൽ കണ്ടപ്പോഴാണ്
ഇത്രയും നാൾ അച്ഛന്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ലാതായി പോയതിൽ ദുഃഖം തോന്നിയത്. ദുഃഖം മാത്രമല്ല, നിങ്ങൾക്കതൊരു തീരാ നഷ്ടം കൂടിയായിപ്പോയി. ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബാബു പോലും ഇങ്ങനെ ആകുമായിരുന്നില്ല. എത്രയോ സന്തോഷമായി കഴിയേണ്ട ഒരു കുടുംബം ഒരു ഭ്രാന്തനോട് തമാശ കാട്ടിയതിന്റെ പേരിൽ. നീ എവിടെയായിരുന്നു? ക്ലാസ്സിൽ ഇല്ല, നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രിൻസിപ്പാലിനെ വിളിച്ച് ചോദിച്ചല്ലോ. അന്വേഷിച്ചിട്ട് അവര് പറഞ്ഞു ഫസ്റ്റ് പീരീഡ് മാത്രമേ നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അല്ല മമ്മി. കള്ളം പറയരുത് ബീന. പ്രിൻസിപ്പൽ നിന്റെ കൂട്ടുകാരോടും അന്വേഷിച്ചു. ഈ ഒരു ടാക്സി കയറി പോയെന്ന് അവര് പറഞ്ഞു. എന്താടി ഒന്നും മിണ്ടാത്ത? 1000 വട്ടം പറഞ്ഞില്ലേ ബോയ് ഫ്രണ്ട്സുമായി കറങ്ങി നടക്കരുതെന്ന്? നീ കേട്ടില്ല. പക്ഷെ ഇത് ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇല്ല മമ്മി, ഞാൻ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോയില്ല. പിന്നെ നീ എവിടെ പോയി? അത് പിന്നെ മമ്മി ദേഷ്യപ്പെടരുത്. സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലത്. മമ്മി, ഞാൻ ചേച്ചിയെ കാണാൻ. നീ നിനക്ക് അവിടെ പോകാൻ ധൈര്യം ഉണ്ടായല്ലേ? എന്നെ ധിക്കരിച്ച് എന്നെ അപമാനിച്ച അവരാണ് നിനക്ക് വലുത്. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ പൊയ്ക്കോ. ഇനി ഇങ്ങോട്ട് വരണ്ട. ശരിക്കും എന്നെ കാണണ്ട. ഐ ഹേറ്റ് യു. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഫൂളാക്കണല്ലേ? മമ്മി, മമ്മി. എന്നെ ധിക്കരിക്കുന്ന ആർക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല. പൊയ്ക്കോ നിന്റെ അവന്റെ അവളുടെ അടുത്ത്. ഞാൻ നിന്റെ ആരുമല്ല. ഇനി ഇവിടെ വരെയും വേണ്ട. മമ്മി പ്ലീസ് മമ്മി. മമ്മി വാതിൽ തുറക്കൂ. ഞാൻ ഇനി പോവില്ല മമ്മി പ്ലീസ്. മമ്മി പ്ലീസ് മമ്മി. വാതിൽ തുറക്കൂ മമ്മി. ഞാൻ ഇനി പോവില്ല. മമ്മി പ്ലീസ് മമ്മി. വാതിൽ തുറക്കൂ മമ്മി. ഞാൻ ഇനി പോവില്ല. Oh
ബീന, എന്റെ മോളെന്റെ അച്ഛനെ കാണാൻ ഇവിടെ? കാണണമെന്ന് തോന്നി വന്നു. അമ്മ അറിഞ്ഞിട്ടാ? അമ്മ എന്നെ പുറത്താക്കി. എന്താ നീ പറയുന്നേ? ഞാൻ വന്നത് അച്ഛന് ഇഷ്ടമായില്ലേ? നല്ല ചോദ്യം. ഞാൻ നിന്റെ അച്ഛനാണ് കുട്ടി. വരൂ, അകത്തിരിക്കാം. അവർ ഫോണിൽ വിളിക്കുന്നു. മോളിരിക്കൂ. ഹലോ. രേണുവിനെ കാണാൻ പോയതിന് ബീനയെ സീതാലക്ഷ്മി വഴക്കു പറഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വീട്ടിൽ കയറ്റാതെ വാതിലടച്ചു അത്രേ. ഇപ്പൊ ബീനയെ കാണാനില്ലെന്ന് ഉടനെ തന്നെ പോലീസിൽ അറിയിക്കണമെന്ന് അവർ എന്നെ വിളിച്ചു പറഞ്ഞു. വേണ്ടേ ടീച്ച, പോലീസിലൊന്നും അറിയിക്കണ്ട. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് ഗാഡ്. ഒരു വഴക്കിന്റെ പേരിലെങ്കിലും മോളെ അടുത്ത് കാണാൻ കഴിഞ്ഞല്ലോ. വെരി ഗുഡ്. ഇവൾ കൂടി ആയപ്പോ എനിക്ക് എല്ലാ മക്കളെയും അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല കാര്യം. ഇനി ഭാര്യ കൂടിയായാൽ? എന്റെ ആശ നശിച്ചിട്ടില്ല. ഐ നോ ഇറ്റ്. ആശ സഫലമാകാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതല്ലേ ചെയ്യാൻ കഴിയൂ. താങ്ക് യു ടീച്ചർ. ഞാൻ ഉടനെ തന്നെ സീതാലക്ഷ്മി വിളിച്ച് വിവരം അറിയിക്കാം. ഇല്ലെങ്കിൽ അവർ പോലീസിൽ അറിയിച്ചു എന്ന് വരും. വേണ്ടേ ടീച്ചർ, ബീന ഇവിടെ വന്ന വിവരം ലക്ഷ്മി അറിഞ്ഞാൽ സംഗതി കൂടുതൽ വഷളാകും. രേണുവിനെ കാണാൻ പോയതിന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് എന്നെ കാണാൻ വന്നു എന്നറിഞ്ഞാൽ? ടേക്ക് ഇറ്റ് ഈസി മാൻ. ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. ഡോണ്ട് വറി. ഇട്ടിച്ചൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ബീനയെ ഉടനെ തന്നെ വീട്ടിലെത്തിച്ചോളാം. ഓക്കെ, താങ്ക് യു. എന്നെ വീട്ടിലെത്തിക്കാനാണെങ്കിൽ അച്ഛന്റെ സഹായം വേണ്ട. എന്റെ മോൾ ആദ്യമായിട്ട് ഇവിടെ വന്നത് പിണങ്ങാനാണോ? അല്ല, അച്ഛന്റെ കൂടെ താമസിക്കാനാ. അച്ഛനത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് മോളെ. പക്ഷേ നിന്റെ അമ്മ... ഞാൻ പറഞ്ഞില്ലേ, അമ്മ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. തൽക്കാലത്തെ ദേഷ്യം കൊണ്ടല്ലേ മോളെ? ഇപ്പൊ അമ്മ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഇവിടെ താമസിക്കാൻ അച്ഛൻ സമ്മതിക്കില്ലേ? നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവമാണ് വാശി. അത് പാടില്ല മോളെ. നാം ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലം വരും. അതുവരെ എന്റെ മോള് ക്ഷമിക്കും. ബാബു നാട് വിട്ടുപോയി. രേണു മാറി താമസിക്കുന്നു. എന്റെ കാര്യമാണ് ഈ പറയാൻ വേണ്ടത്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക്. നീ കൂടി അമ്മയോട് പിണങ്ങിയാൽ നോ, ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. ബി എ ഗുഡ് ഗേൾ. എന്റെ മോളല്ലേ, മോൾ ഇവിടെ നിൽക്ക്. അച്ഛൻ ഇപ്പൊ ഡ്രസ്സ് മാറി വരാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി വിടാം. ജസ്റ്റ് എ മിനിറ്റ്. വീണ,
Hey, stop it! Look! Come on, let's have some... fun, baby! Look at her back! She's running away! Come on! And now, turning to the local news. An unidentified Indian girl was found dead in Verona, New Jersey, tonight. The police inform us that foul play may have been involved, and murder has not been ruled out. They are still looking for witnesses and suspects in this case. ആണെന്ന് ആര് പറഞ്ഞു? Don't get upset. Calm down. Please calm down. സമാധാനമായിരിക്കും. ഞാൻ ഉടനെ അന്വേഷിക്കാം. വേണ്ട ചെയ്യാം. Don't lose your mind. Please. സമാധാനമായിരിക്കും. അവള് പോയിട്ടിച്ചാ. ഞാനാണ് അവളെ കൊന്നത്. എന്റെ കൂടെ താമസിക്കാൻ ഞാൻ അവളെ അനുവദിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഞാൻ പാവിയാണ് ഇട്ടിച്ച. ഞാൻ പാവിയാണ്. എല്ലാം വിധിയാണ് മേനോൻ. ദൈവത്തിന്റെ ക്രൂര വിനോദം. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ലക്ഷ്മി?
അതെ ലക്ഷ്മി, നിന്റെ കരുണയുണ്ട്. എല്ലാരും എന്നെ വിട്ടുപോയി. ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് ചേട്ടനല്ലാതെ മറ്റാരുമില്ല. ചേട്ടാ. കരയാതെ ലക്ഷ്മി, ഞാൻ വന്നല്ലോ. ആര് പറഞ്ഞു നീ ഒറ്റപ്പെട്ടെന്ന്? ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ ലക്ഷ്മി? നിനക്ക് വേണ്ടി മാത്രം. എന്നോട് ക്ഷമിക്കൂ ഏട്ടാ. മാപ്പ് ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. പറയൂ, എന്നോട് ക്ഷമിച്ചെന്ന്, എനിക്ക് മാപ്പ് തന്നെന്ന്. ലക്ഷ്മി, എന്നെങ്കിലും എനിക്ക് മാപ്പ് തരാൻ നിനക്ക് കഴിയുമെങ്കിൽ, എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ എന്റെ അടുത്തേക്ക് വരാൻ മടിക്കരുത്. ഞാൻ ജീവിക്കുന്നത് നിനക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും. ഈ സാരി നിനക്ക് എന്ത് ചേർച്ചയാണെന്നറിയാമോ? നീ ഇതുടുത്ത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? കടക്ക് പുറത്ത്. അഹങ്കാരി, ധിക്കാരി, നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു, എന്റെ മകളെ നീ കൊലയ്ക്ക് കൊടുത്തു, എന്റെ മകളെ നീ നാട് ഓടിച്ചു. കടക്ക് പുറത്ത്. ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. നീ എന്റെ ആരുമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. നീ പോ. നിന്നെ കാണുന്നത് പോലും. Nothing to worry. She'll be all right. Thank you. Veena, എന്റെ മോളെ, ബാബു, എന്റെ മോളെ, വീണ, വീണ, മോളെ. എനിക്കാരുമില്ല. എനിക്കെന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ കാണണം ചേട്ടാ.
പോയി. മേനോൻ, മിസ്റ്റർ മേനോൻ, സീതാലക്ഷ്മി നിങ്ങളെ കാണണമെന്ന് പറയുന്നു. എന്താ വിശ്വാസം വരുന്നില്ലേ? വേഗം ചെല്ലൂ. അരുത്, കിടന്നോളൂ. കരയരുത്, ശരീരം നിനക്കരുത്, കിടന്നോളൂ, എല്ലാം നേരെയാവും. മാപ്പ്, എനിക്ക് മാപ്പ്. എന്നെ ഒരിക്കലും കൈപിടിയരുത്. ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ചേട്ടാ.